മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. മോക്ഷയാത്രയാണിതു ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാം. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാം. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. കർത്തൃനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുവാൻ വീണ്ടും സന്തോഷമുണ്ട്. മോർണിംഗ് വോയ്സിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാം ഉൽപ്പത്തി പുസ്തകത്തിലൂടെയുള്ള ആത്മിക യാത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളുകളായി അത് തുടരുവാൻ കർത്താവ് കരുണ കാണിക്കുന്നുവല്ലോ. 10-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാമത്തെ സന്ദേശമാണ് താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം ഓർത്തതുപോലെ ഈ 10-ാം അധ്യായം അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല. എല്ലാവർക്കും അത്ര താല്പര്യം ഉണ്ടാകുവാൻ സാധ്യതയുമില്ല. എന്നാൽ മനുഷ്യവർഗത്തെ പറ്റിയുള്ള അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന അനുഗ്രഹീതമായ അധ്യായമാണ് 10-ാം അധ്യായം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ സന്ദേശത്തിൽ ഹ്രസ്വമായിട്ടാണെങ്കിലും താങ്കളെ ഓർമ്മിപ്പിച്ച വിഷയമാണ്. നമ്മൾ ഓർത്തതുപോലെ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും അതിൻ്റെ അവസാന വാക്യവും ഞാൻ ഒരിക്കൽ കൂടെ വായിക്കട്ടെ. 10-ാം അധ്യായം 1-ാം വാക്യം: നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫെത്ത് എന്നിവരുടെ വംശപാരമ്പര്യം ആവിത്. ജലപ്രളയത്തിൻ്റെ ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. എന്നിട്ട് 32-ാം വാക്യം: ഇവർ തന്നെ ജാതി ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിൻ്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞ് പോയത്. തന്നെയുമല്ല, ഈ വാക്യങ്ങൾക്കിടയിൽ അനേക ജാതികൾ, ലോകത്തിലെ സകല വംശങ്ങളും മറഞ്ഞു കിടപ്പുണ്ട് എന്നതിൻ്റെ തെളിവായിട്ട് ചില രാഷ്ട്രങ്ങളെപ്പറ്റി കഴിഞ്ഞ സന്ദേശത്തിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി. 10-ാം അധ്യായത്തിലെ വാക്യങ്ങളിൽ എത്ര കൃത്യവും വിശ്വസനീയവുമായ രേഖകളാണ് സർവജ്ഞാനിയായ ദൈവം ഉള്ളടക്കം ചെയ്തിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നാം ആരാണെന്നും എങ്ങനെയാണ് ഭൂതലത്തിലൊക്കെയും പരന്നുവെന്നും നാം വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ദൈവവചനമായ ബൈബിളിലേക്ക് തന്നെ തിരിഞ്ഞെങ്കിലേ സാധിക്കത്തുള്ളൂ. ദൈവവചനത്തിന് പുറത്ത് വചനവിരുദ്ധമായതെല്ലാം, അതായത് സങ്കല്പങ്ങൾ, കെട്ടുകഥകൾ, ഊഹങ്ങൾ, വ്യർത്ഥമായ പാരമ്പര്യങ്ങൾ, അതേപോലെ ചില സിദ്ധാന്തങ്ങൾ, ഇതെല്ലാം വെറുതെയാണ്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം ആണ് ശരിയായിട്ടുള്ളത്. വചനം പറയുന്നതാണ് വാസ്തവത്തിൽ ശാസ്ത്രീയമായ സകല കാര്യങ്ങളുടെയും അടിത്തറ എന്ന് ശാസ്ത്രബോധം ശരിക്കുമുള്ള വ്യക്തികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നതിന് യാതൊരു സന്ദേഹവും വേണ്ട. എന്നാൽ സത്യവേദ പുസ്തകം ഇവിടെ നമ്മളെക്കുറിച്ചുള്ള ആധികാരികമായ വെളിപ്പെടുത്തൽ നടത്തുന്നു. അതിൻ്റെ നിർമ്മലമായ വാതായനങ്ങൾ നമുക്ക് നേരെ തുറന്നിട്ടുകൊണ്ട് മനുഷ്യനാരാണ്, മനുഷ്യൻ എങ്ങനെയാണ് ഭൂമിയിലുണ്ടായത്, മനുഷ്യൻ്റെ വ്യാപനം എങ്ങനെയൊക്കെയാണ് എന്നിത്യാദി അനേക നിർമ്മല സത്യങ്ങൾ ദൈവം നമുക്ക് പറഞ്ഞു തരികയാണ് തിരുവചനത്തിൻ്റെ പേജുകളിലൂടെ. 10-ാം അധ്യായം അതിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിപാവനമായ ദൈവവചനത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങളാണ് ചെറിയ പ്രായം മുതൽ നാം നൽകേണ്ടത്.
ലോകം അവരെ തെറ്റിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ ദൈവവചന സത്യങ്ങളിലേക്ക് നാം പ്രാർത്ഥനാപൂർവമായി തിരിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഇനിയും എത്രയോ ഉണ്ടാകണമെന്നുള്ളത് സന്ദർഭവശാൽ പറഞ്ഞു പോകാതിരിപ്പാൻ സാധിക്കുകയില്ല. കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായം മുതൽ അവരെ ഉണ്ടാക്കിയ ദൈവത്തെക്കുറിച്ച്, അവരുടെ മാതാപിതാക്കന്മാർ സേവിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച്, കള്ളം പറയാത്ത ദൈവത്തെക്കുറിച്ച്, ആ ദൈവത്തിൻ്റെ സത്യസന്ധമായ പുസ്തകമായ വിശുദ്ധ ബൈബിളിനെ പറ്റി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. നമുക്ക് പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം മോശയോട് പറയുന്ന വിഷയമുണ്ട്. മോശ അത് ജനത്തോടും പറയുന്നുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ, കിടക്കുമ്പോൾ, നടക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ വചനം പറയണം. അവരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവവചനത്തിൻ്റെ ആധികാരികമായ സത്യസന്ധമായ കാര്യങ്ങൾ കയറുവാനായിട്ട് ഇടയായിത്തീരണം. പ്രിയമുള്ളവരെ, അവരെ പഠിപ്പിക്കുവാൻ ഇനിയും എത്രയോ പരിശ്രമങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവിടെ സ്വയത്തിൻ്റെ പ്രകടനങ്ങളോ ഞാനെന്ന ഭാവമോ സ്ഥാനമാനത്തിൻ്റെ ദുരാഗ്രഹങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ദൈവിക ശുശ്രൂഷയിൽ അനുവദനീയമല്ല. പ്രിയമുള്ളവരെ, അതിനായിട്ട് ഒരു വലിയ ശ്രമം ഉണ്ടാകാൻ നമുക്കിടയായിത്തീരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിനായി നേടാനായിട്ട്, നമ്മുടെ കുടുംബങ്ങളിലുള്ളവർ ദൈവിക സത്യങ്ങളിൽ നിലനിൽക്കുന്നവരായിത്തീരേണ്ടതിന്, നമ്മുടെ സ്ഥലം സഭകൾക്കുള്ളിൽ ദൈവസന്നിധിയിലുള്ള ആത്മാർത്ഥത ഉണ്ടാകേണ്ടതിന് നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. നമ്മളെക്കുറിച്ച് ധാരാളമായ അറിവുകൾ പകർന്നു തരുന്ന, സത്യസന്ധമായ രേഖകൾ പകർന്നു തരുന്ന വിശുദ്ധ തിരുവെഴുത്തിലേക്ക്, പ്രത്യേകിച്ച് 10-ാം അധ്യായത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.